നമസ്കാരം. രാജ്യത്തിനകത്തും പുറത്തും കനത്ത എതിർപ്പുകൾ നേരിടുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണം സംശയം ജനിപ്പിക്കുന്നതായാൽ അത്ഭുതമില്ല. വെറുമൊരു ഹെലികോപ്റ്റർ അപകടം മാത്രമാണിതെന്ന് വിശ്വസിക്കാനാവില്ല. കാരണം അതിന് കാരണങ്ങൾ പലതാണ്. അതിലൊന്നാണ് ഹെലികോപ്റ്റർ യാത്ര ഉയർത്തുന്ന സുരക്ഷാ സംശയങ്ങൾ. കാരണം ഹെലികോപ്റ്ററുകൾ അത്ര സുരക്ഷിതമായ യാത്രാ മാർഗമല്ല, പ്രത്യേകിച്ചും മോശം കാലാവസ്ഥയുള്ളപ്പോൾ. 19-ന് അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായിരിക്കുന്നത്. താംബ്രീസിന് 95 കിലോമീറ്റർ വടക്ക് കിഴക്കായി മലനിരകൾ നിറഞ്ഞ പ്രദേശത്ത് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി എന്നായിരുന്നു ആദ്യ വിവരങ്ങൾ. കാറിലായിരുന്നു യാത്രയെന്നും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് തിരുത്തി. ഇന്ന് പുലർച്ചെ പ്രസിഡന്റ് മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണവും എത്തിയിരുന്നു. അതിനാൽ തന്നെ കാലാവസ്ഥ മോശമാണെന്ന് അറിയാമായിരുന്ന സാഹചര്യത്തിൽ എന്തിന് ഹെലികോപ്റ്റർ യാത്ര തിരഞ്ഞെടുത്തു എന്നതാണ് ആദ്യമായി ഉയരുന്ന ചോദ്യം. കനത്ത മൂടൽമഞ്ഞും മഴയും മൂലം ഏതാനും മീറ്ററുകൾ മാത്രമാണ് കാഴ്ചയിലുണ്ടായിരുന്നത്. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്റർ ഒഴിവാക്കി മറ്റ് യാത്രാമാർഗങ്ങൾ തേടുകയോ കാലാവസ്ഥ അനുയോജ്യമാകുന്നത് വരെ കാത്തിരിക്കുകയാണ് പതിവ്. ഇവിടെ ഈ രണ്ടു കാര്യങ്ങളും നടന്നിട്ടില്ല. എന്തെന്നാൽ രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണമായി പറയുന്നത് മോശം കാലാവസ്ഥ തന്നെയാണ്. റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾക്ക് അപകട സ്ഥലത്തെത്താൻ സാധിച്ചിരുന്നില്ല. ഡ്രോണുകൾക്ക് പോലും അപകട സ്ഥലം കണ്ടെത്താനായിരുന്നില്ല. കാൽനടയായി സംഭവ സ്ഥലത്ത് റെസ്ക്യൂ ടീം എത്തുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത്തരം സാഹചര്യത്തിൽ അപകട സാധ്യത മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഹെലികോപ്റ്ററിൽ പോയത്? ആരാണ് ഈ നിർണായക തീരുമാനമെടുത്തത്? ഈ ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. കൂടാതെ ഇറാൻ പ്രസിഡന്റ് യാത്ര ചെയ്തിരുന്ന ബെൽറ്റ് 12 മോശം കാലാവസ്ഥയിൽ അത്ര സുരക്ഷിതമായിരുന്നില്ല. വൈമാനിക ഭാഷയിൽ ലെവൽ 1 അഥവാ മാർജിനൽ കാലാവസ്ഥയിൽ ഉപയോഗിക്കാനേ സാധിക്കുകയുള്ളൂ. ചെറിയ മഴയും ഇടിമിന്നലുമുള്ള അവസ്ഥയാണിത്. ലെവൽ 5 വരെ കാലാവസ്ഥാ പ്രവചനങ്ങളുള്ളതിൽ ഏറ്റവും താഴെ തട്ടാണ് ലെവൽ 1. മാത്രവുമല്ല 1968 വികസിപ്പിച്ച് കാലാകാലങ്ങളിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ള ബെൽറ്റ് 12 അത്ര ആധുനികവുമല്ല. അതിനാൽ തന്നെ മോശം കാലാവസ്ഥയും ബെൽറ്റ് 12ന്റെ പരിമിതിയും എന്തുകൊണ്ടാണ് അവഗണിക്കപ്പെട്ടു എന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ സംശയം, ഇതിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ കരങ്ങളുണ്ടോ എന്നതാണ്. ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇസ്രായേലാണോ? കാരണം അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. വർഷങ്ങളായി ശത്രുതയിലുള്ള രണ്ടു രാജ്യങ്ങൾ. പുറമെ അമേരിക്കയും സൗദിയും ഇറാനെതിരെയാണ്. ഇവരെല്ലാം കൂടി നടത്തിയ ഗൂഢാലോചനയാണോ ഈ അപകടം? ഒരു മാസം മുൻപ് ഡമാസ്കസിൽ വച്ച് ഒരു ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു. പൊതുവെ ശത്രുക്കളെ വധിച്ചു കളയുന്നതിൽ കുപ്രസിദ്ധരാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ്. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെയടക്കം വധിച്ച ചരിത്രവും ഈ മൊസാദിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊലയ്ക്ക് പിന്നിലും മൊസാദിന്റെ കരങ്ങൾ ഉണ്ടാകാമെന്ന സംശയവും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഒരു രാജ്യത്തലവനെ വധിച്ച് നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് വഴിയൊരുക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നില്ല എന്നതാണ് മറ്റൊരു എതിർവാദം. അതിനുള്ള സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നതുമില്ല. പ്രസിഡന്റ് ആണെങ്കിലും നാട്ടിലൊട്ടും പ്രീതിയില്ലാത്ത റൈസിക്ക് ഇറാൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമില്ലാത്തതിനാൽ അദ്ദേഹത്തെ വധിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനവുമില്ല. ഇനി മൂന്നാമത്തേത്, ഇതിന് പിന്നിൽ ഇറാനുള്ളിൽ തന്നെയുള്ള ശത്രുക്കളുടെ ഇടപെടലാണോ എന്നതാണ്. കാരണം ഇറാനിൽ റൈസിയുടെ മരണം അധികമാർക്കും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല സന്തോഷിക്കുന്നവർ ധാരാളമുണ്ട് താനും. ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരുടെ മരണത്തിന് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന ഇദ്ദേഹം ക്യാബിനറ്റിൽ പട്ടാളക്കാരെയും മതമേലധ്യക്ഷന്മാരെയും ഉൾപ്പെടുത്തി ദുർഭരണം നടത്തുന്നുവെന്നും സാമ്പത്തിക സ്ഥിതി തകർത്തുവെന്നും കരുതുന്നവരുണ്ട്. ഇറാന്റെ പരമാധികാര സ്ഥാനത്തേക്ക് റൈസി കടന്നു വരുന്നത് തടയാനും ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു. അതിനാൽ തന്നെ ഇവരാരെങ്കിലുമാണോ ഈ അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും സംശയമുണ്ട്.
എന്തായാലും സത്യം തെളിയിക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ ഒരിക്കലും തെളിയാത്ത കേസായി ഈ അപകടം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയേക്കാനും സാധ്യതയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.